ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എംകോമിനും ബികോമിനും ഒരുപോലെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൺഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് കുറേ പേര് ഇതിലെ ടോപ്പിക്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് മുന്നായിട്ട് തന്നെ മാക്സിമം പോർഷൻസ് കവർ ചെയ്യാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫോർവേഡ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ ഫോർവേഡ്സ് എന്താണ്, ഫ്യൂച്ചേഴ്സ് എന്താണെന്നൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യാനുണ്ട്. നമുക്കൊരു സിംഗിൾ വീഡിയോയിൽ ഇത് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നടക്കുന്ന കാര്യമല്ല. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഷോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ചാപ്റ്ററിൻ്റെ പകുതിയോളം നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. മെയിനായിട്ടും നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡെറിവേറ്റീവ്സ് ആണ് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, സ്വാപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന രണ്ടെണ്ണമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പോട്ട് കോൺട്രാക്റ്റ് ആണ്. എന്താണ് സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. അതായത് ബയറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അതിലെന്താ പറയുന്നത് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസൻ്റ്ലി ഇപ്പം തന്നെ ബയർ എന്ത് ചെയ്യുകയാണ്, ഒരു സാധനം വാങ്ങിക്കാനായിട്ട് വില്ലിങ്ങായി നിൽക്കുകയാണ്. അതുപോലെ സെല്ലർ അയാളുടെ കയ്യിലുള്ള ആസെറ്റ് വിൽക്കാനായിട്ടും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അവർ തമ്മിലുണ്ടാവുന്ന ആ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല. നമ്മൾ ഇന്ന ഒരു ഡേറ്റിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നൊന്നുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റ് ദ ടൈം അവരെന്ത് ചെയ്യുകയാണ്, രണ്ടുപേർ തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് നമ്മൾ സ്പോട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സ്പോട്ട് കോൺട്രാക്റ്റ് നടക്കുന്ന ആ ഒരു പ്രൈസ്, അവരുടെ എക്സ്ചേഞ്ച് പ്രൈസ് ഉണ്ടാവുമല്ലോ, ആ പ്രൈസിന് നമ്മൾ സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് എന്നാണ് പറയുന്നത്. ദ മാർക്കറ്റ് ഫോർ ദി സ്പോട്ട് കോൺട്രാക്റ്റ് ഈസ് നോൺ ആസ് സ്പോട്ട് മാർക്കറ്റ്. ഈ ഒരു സ്പോട്ട് കോൺട്രാക്റ്റ് നടക്കുന്ന ആ ഒരു മാർക്കറ്റിനെ നമ്മൾ എന്ത് പറയുന്നു, സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കുകൾ നോക്കാം. ഫസ്റ്റ് വൺ നമ്മുടെ ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു അസറ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അവർ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അവർ ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ഈ സമയത്ത് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഒരു അസറ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, ഇന്ന് തന്നെ അവർ സ്പോട്ട് കോൺട്രാക്റ്റ് പറഞ്ഞ പോലെ ഇന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യല്ല, ഫ്യൂച്ചർ ഡേറ്റിൽ ഇപ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടോ അവർ ആ ഒരു അസറ്റ് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് അവർ ഇന്ന് തന്നെ ഫിക്സ് ചെയ്യും. ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടിപ്പോൾ 50 രൂപയ്ക്കാണെങ്കിൽ ഒരു സാധനം 50 രൂപയ്ക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ആ സാധനം വാങ്ങിക്കാം അല്ലെങ്കിൽ മറ്റേ ആൾ വിൽക്കാം എന്ന് പറഞ്ഞാൽ അവരൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബൈലേറ്ററൽ എഗ്രിമെൻ്റ് ആണ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. ഇതിൽ നമുക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ചില കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു അഡ്വാൻസ് പോലെയൊക്കെ എമൗണ്ട് കൊടുക്കും, ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഫോർവേഡ് കോൺട്രാക്റ്റിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദേ ആർ ട്രേഡഡ് ഓൺ ഓവർ ദി കൗണ്ടർ. അതായത് ഇതൊരു ഇപ്പോൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് വഴിയൊന്നുമല്ല ഇവർ ഈ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അവർ രണ്ടുപേരും പേഴ്സണലി അവരറിയുന്ന ആളുകൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഈ ഒരു കോൺട്രാക്റ്റ് ക്ലോസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു അസറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഏതൊരു അസറ്റാണോ വിൽക്കാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, ആ ഒരു അണ്ടർലൈങ് അസറ്റ് ഡെലിവറി ചെയ്യുന്നതോടുകൂടി ആ ഒരു കോൺട്രാക്റ്റ് ക്ലോസ് ആവും. ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ സമയത്ത് തന്നെ, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ഡേറ്റ്, പ്രൈസ്, ക്വാണ്ടിറ്റി ഓഫ് ദി അസറ്റ് ഇതെല്ലാം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ, എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയണ്ടല്ലോ, ആ ഒരു എഗ്രീഡ് പ്രൈസിനെയാണ് നമ്മൾ ഫോർവേഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എക്സ്ചേഞ്ച് വഴിയൊന്നുമല്ല, പേഴ്സണലി അറിയുന്ന രണ്ട് ആളുകൾ തമ്മിൽ ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ആണ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു നെഗോഷിയേറ്റഡ് എഗ്രിമെൻ്റ് ആണ്. ഇപ്പോൾ രണ്ടാളുടെയും ആവശ്യാനുസരണം അവർ ഏർപ്പെടുന്നൊരു കോൺട്രാക്റ്റ് ആണ്. ഇനി നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കും. ഈ പോയിൻറ്റ്സിനെ വെച്ച് നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ബൈലേറ്ററൽ കോൺട്രാക്റ്റ് ആണ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ബൈലേറ്ററൽ കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കസ്റ്റമൈസ്ഡ് ആണ്. അതായത് ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ആ രണ്ട് പാർട്ടീസിൻ്റെയും ആവശ്യാനുസരണം അവർ ഉണ്ടാക്കുന്നൊരു കോൺട്രാക്റ്റ് ആണ്. കസ്റ്റമൈസ്ഡ് ആയിരിക്കും, രണ്ടാളുടെയും ആവശ്യപ്രകാരം. ഇപ്പോൾ ഒരാൾക്ക് ആ ഒരു അസറ്റ് ആവശ്യമുണ്ട്, മറ്റേ ആൾക്ക് ഇത്ര രൂപയ്ക്ക് അസറ്റ്
കൊടുക്കാനുള്ള വില്ലിംഗ് ആണ്. അപ്പോൾ രണ്ടാളുടെയും ആവശ്യങ്ങൾ മാച്ച് ചെയ്യുന്നിടത്താണ് എന്ത് പറയുന്നത്, ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആണ്, രണ്ടുപേരുടെയും ആവശ്യത്തിനനുസരിച്ചാണ് ഒരു കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെടുന്നത്. അതുപോലെ പ്രൈവറ്റ് കോൺട്രാക്റ്റ് ആണ്, നമ്മൾ എക്സ്ചേഞ്ച് വഴിയൊന്നും നടത്തുന്ന കോൺട്രാക്റ്റ് അല്ല, രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ പ്രൈവറ്റ്ലി ഉണ്ടാകുന്നൊരു കോൺട്രാക്റ്റാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ OTC ഡെറിവേറ്റീവ് എന്ന് പറയും. നമ്മൾ എക്സ്ചേഞ്ച് വഴി അല്ലാതെ ഓവർ ദി കൗണ്ടർ, അതിന് പുറത്ത്, എക്സ്ചേഞ്ചിന് പുറത്ത് അവർ ട്രേഡ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളായതുകൊണ്ടാണ് പ്രൈവറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പെറേഷൻ ഓഫ് ദ ഡേറ്റിൽ, നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്ന ആ ഒരു ഡേറ്റിൽ ആ ഒരു കോൺട്രാക്റ്റ് അവർ സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു അസറ്റിൻ്റെ ഡെലിവറിയോട് കൂടിയാണ് ആ ഒരു കോൺട്രാക്റ്റ് സെറ്റിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന ഡേറ്റിൽ അവർ ആ അസറ്റ് വിൽക്കാം വാങ്ങാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ആ ഒരു ഡേറ്റിൽ ആ ഒരു അസറ്റ് വാങ്ങിക്കുന്നതോടുകൂടി, എമൗണ്ട് കൊടുക്കുന്നതോടുകൂടി എന്തായി, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ സെറ്റിൽഡായി. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സീറോ സം ഗെയിമാണ്. അതായത് ഇതിൽ ഒരു പാർട്ടിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ അത് മറ്റേ പാർട്ടിക്ക് എന്തായിരിക്കും, നഷ്ടമാണ് ഉണ്ടാക്കുക. ഗെയിൻ ഓഫ് വൺ പാർട്ടി ഈസ് ലോസ് ഓഫ് അതർ. അതായത് ഒരാൾക്ക് ഇവിടെ ലാഭം കിട്ടുമ്പോൾ മറ്റേ ആൾക്ക് എന്താണ്, അവിടെ നഷ്ടമാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിന് സീറോ സം ഗെയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് എന്ന് പറയുന്നത് നമുക്ക് റിസ്ക് ഹെഡ്ജ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ടൂളാണ്. അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന റിസ്ക് നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഇവർ ഒരു പ്രോഡക്റ്റ് ഒരു മാസം കഴിഞ്ഞിട്ട് 50 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മാസം കഴിയുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വില ചിലപ്പോൾ കൂടാം കുറയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 50 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കാൻ എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ അതിൻ്റെ വില 100 രൂപയായി എന്ന് വെച്ചാൽ എന്തായി, ആ വിൽക്കുന്ന ആൾക്ക് നഷ്ടമാണ്. കാരണം 100 രൂപ, ഇപ്പോൾ അതിൻ്റെ വില 100 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓൾറെഡി എഗ്രിമെൻറ്റ് ചെയ്തു 50 രൂപയ്ക്ക് അത് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ വിൽക്കുന്ന ആൾക്ക് അത് നഷ്ടമാണ്, വാങ്ങിക്കുന്ന ആൾക്ക് എന്താണ്, ലാഭമാണ്. 50 രൂപയ്ക്ക് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ വില 100 രൂപയാണെങ്കിൽ കൂടി ആൾക്ക് എന്താണ്, 50 രൂപയ്ക്കാണ് അത് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഫോർവേഡിൽ ഒരു പാർട്ടിക്ക് ഗെയിൻ ഉണ്ടാകുമ്പോൾ മറ്റേ പാർട്ടിക്ക് അവിടെ ലോസ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർവേഡ്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഫോർവേഡ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇനി നമ്മൾ ഈ ഫോർവേഡ് കോൺട്രാക്റ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ കുറേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായാലേ കൂടുതലായിട്ട് ആ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ പറയുന്ന മെയിനായിട്ടുള്ള ടേംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഏത് അസറ്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, ഏതൊരു അസറ്റ് വെച്ചിട്ടാണോ നമ്മൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ആവാം, സ്റ്റോക്ക് ഇൻഡിസസ് ആവാം, കമോഡിറ്റി ആവാം, കറൻസി ആവാം, ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം ഈ ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ട് ഈ കോൺട്രാക്റ്റ് പ്രകാരം ഈ ഒരു അസറ്റ് വിൽക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളതിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പെസിഫൈ ചെയ്യുന്ന അസറ്റിനെയാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോങ് പൊസിഷൻ ആണ്. നമ്മൾക്ക് ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ലോങ് പൊസിഷനും ഉണ്ട്, ഷോർട്ട് പൊസിഷനും ഉണ്ട്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ദ പാർട്ടി എഗ്രീസ് ടു ബൈ ആൻ അണ്ടർലൈങ് അസറ്റ്. നമ്മളിപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ഒരു പാർട്ടി ആ ഒരു അണ്ടർലൈങ് അസറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ വാങ്ങിക്കാം എന്ന് പറയുമല്ലോ. ആരാണോ വാങ്ങിക്കാനായിട്ട് പോകുന്നത് അയാൾക്കുള്ള പൊസിഷനെയാണ് നമ്മൾ ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് പ്രകാരം ഏത് പാർട്ടിയാണോ ആ ഒരു അസറ്റ് വാങ്ങിക്കാൻ പോകുന്നത്, ബൈ ചെയ്യാൻ പോകുന്നത്, അയാളിനെയാണ് ലോങ് പൊസിഷൻ. അപ്പോൾ ബൈയിങ് പാർട്ടിക്കാണ് ലോങ് പൊസിഷൻ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. ആരാണോ സെല്ല് ചെയ്യാൻ പോകുന്നത്, ആ ഒരു അസറ്റ് സെല്ല് ചെയ്യുന്നത് ആരാണോ അയാൾക്കാണ് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടോപ്പിക്സിലൊക്കെ ഈ ഒരു ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പം തന്നെ അത് എന്താണെന്ന് ബേസ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, സ്പോട്ട് പ്രൈസ് ആണ്. സ്പോട്ട് പ്രൈസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, അണ്ടർലൈങ് അസറ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുന്ന സമയത്ത് ആ സ്പോട്ട് ടൈമിൽ, ആ വിൽക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആ സമയത്ത് മാർക്കറ്റിൽ എന്താണോ അതിൻ്റെ പ്രൈസ്, അതിനെയാണ് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോർവേഡ് പ്രൈസ് അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് അല്ലെങ്കിൽ ഡെലിവറി പ്രൈസ് എന്നൊക്കെ പറയും. ഈ സെയിം ഒരേ കാര്യത്തിന് തന്നെയാണ് ഈ പറയുന്നത്. നമ്മൾ ഈ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് പ്രകാരം നമ്മളത് സെറ്റിൽ ചെയ്യുമ്പോൾ, ആ ഒരു എക്സ്പയറി ഡേറ്റിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് പ്രൈസ്. നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അതിനെന്താണോ പ്രൈസ്, എന്ത് പ്രൈസാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, അതിനെയാണ് കോൺട്രാക്റ്റ് പ്രൈസ്, ഡെലിവറി പ്രൈസ് അല്ലെങ്കിൽ ഫോർവേഡ് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. ലാസ്റ്റ് വൺ, എക്സ്പിറേഷൻ ഡേറ്റ് ആണ്. നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്നത് എപ്പോഴാണോ ആ ഒരു ഡേറ്റിനെയാണ് നമ്മൾ എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേംസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫ്യൂച്ചേഴ്സ് ആണ്. നമ്മൾ ഫോർവേഡ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും അതിൽ യൂസ് ചെയ്യുന്ന കുറേ ടേംസും പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം.
ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് പോലെ തന്നെ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതാണ്. ഒരു സെർട്ടൈൻ അസറ്റ് ഒരു സെർട്ടൈൻ ടൈമിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സെർട്ടൈൻ പ്രൈസിൽ വാങ്ങാം വിൽക്കാം എന്ന് പറഞ്ഞ് രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെ തന്നെയാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുന്നത്. ഫോർവേഡ് എങ്ങനെയായിരുന്നു? ഓവർ ദി കൗണ്ടർ ആയിരുന്നു അല്ലേ? എക്സ്ചേഞ്ച് വഴിയല്ല, അവർ പുറമെയാണ് അത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടെ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ആ കോൺട്രാക്റ്റ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്യൂച്ചേഴ്സ് എപ്പോഴും സെറ്റിൽ ചെയ്യുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വാലൻ്റ് ആയിട്ടോ ആയിരിക്കും ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്യുക. ഇപ്പോൾ MCX അല്ലെങ്കിൽ NSE BSE പോലുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് സാധാരണ ഇതെല്ലാം ട്രേഡ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ട്രേഡഡ് ഓൺ ദി ഫ്ലോർ ഓഫ് ആൻ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച്. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റാൻഡർഡൈസ്ഡ് വിത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. നമ്മൾ എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. നമ്മൾ ഏത് അസറ്റാണോ അവിടെ സെയിൽ ചെയ്യുന്നത് ആ ഒരു അസറ്റിൻ്റെ ക്വാളിറ്റി കാര്യത്തിലൊക്കെ എപ്പോഴും കറക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓരോ ഫ്യൂച്ചർ എക്സ്ചേഞ്ചിലും അവിടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടായിരിക്കും. ഈ ഒരു ക്ലിയറിംഗ് ഹൗസ് എന്താണ്? അവിടെ ബയറുടെയും സെല്ലറുടെയും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ടാണ് ഈ ഒരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടാവുക. അവർ തമ്മിലുള്ള ആ ഒരു കോൺട്രാക്റ്റ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ഈ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഡീഫോൾട്ട് റിസ്ക് എലിമിനേറ്റഡ്. നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വഴി ഡിഫോൾട്ട് റിസ്ക് എല്ലാം എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് രണ്ട് പാർട്ടീസ് ഡയറക്റ്റ്ലി അല്ല, ഇടയിൽ അവിടെ ക്ലിയറിംഗ് ഹൗസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് പാർട്ടീസ് തമ്മിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക്കുകളെല്ലാം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദർ ഇസ് എ മാർജിൻ സിസ്റ്റം. നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞു അവിടെ മാർജിൻസ് എമൗണ്ട്സ് ഒന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നടക്കുന്നത് കൊണ്ട് അവിടെ ഫസ്റ്റ് തന്നെ ഒരു ഇനീഷ്യൽ മാർജിൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു മാർജിൻ സിസ്റ്റം ഉണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ. ഫ്യൂച്ചർ കോൺട്രാക്ട് ആർ മോസ്റ്റ്ലി ക്യാഷ് സെറ്റിൽഡ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട് എപ്പോഴും കൂടുതലും ക്യാഷ് സെറ്റിൽഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ, ദർ ഈസ് നോ കൗണ്ടർ പാർട്ടി റിസ്ക് ഇൻ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇടയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവില്ല. ദെൻ ഫ്യൂച്ചേഴ്സ് ആർ മോർ ലിക്വിഡ് ആസ് കമ്പയർഡ് ടു ഫോർവേഡ് കോൺട്രാക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ ലിക്വിഡാണ്. കാരണം നമ്മൾ പറഞ്ഞു ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് നടക്കണമെന്ന് പറഞ്ഞു അല്ലേ. ഫ്യൂച്ചേഴ്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. ഇറ്റ് എനേബിൾസ് എ പാർട്ടി ടു ട്രാൻസ്ഫർ ദ റിസ്ക് ടു അനദർ പാർട്ടി ഹു ഈസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ റിസ്ക്. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ ഒരു പാർട്ടി അയാളുടെ റിസ്ക് മറ്റേ പാർട്ടിക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ആരാണോ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ആസ് വെൽ ആസ് ഫോർ സ്പെക്കുലേറ്റീവ് പർപ്പസ്. നമ്മൾ ഹെഡ്ജിങ്ങിന് യൂസ് ചെയ്യുന്ന പോലെ തന്നെ സ്പെക്കുലേഷൻ പർപ്പസിനും നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. സ്പെക്കുലേഷൻ പർപ്പസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റും കുറവായിരിക്കും. നമുക്ക് ഈ ഒരു ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നതിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് എ ലീഗൽ ഒബ്ലിഗേഷൻ. നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റ് പോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ആണ്. അതായത് നമ്മൾ ലീഗലി ഒരു എഗ്രിമെൻറ്റ് വഴിയാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനം വിൽക്കും വാങ്ങും തന്നെ ചെയ്യണം. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് അതിന് ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ പെർഫെക്റ്റ് ഹെഡ്ജിങ് മേ ബി ഇമ്പോസിബിൾ. നമുക്ക് പെർഫെക്റ്റ് ഹെഡ്ജിങ് എപ്പോഴും ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വഴി പോസിബിൾ ആവണമെന്നില്ല. നമ്മളിപ്പോൾ ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയതുകൊണ്ടും ആ ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സൈസ്, എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം എന്തായിരിക്കും? സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് പെർഫെക്റ്റ് ഹെഡ്ജിങ് പോസിബിൾ അല്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് മാർജിൻ്റെ കാര്യമാണ്. അതായത് ആരെങ്കിലും ഒരാൾ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇനീഷ്യൽ മാർജിൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനീഷ്യൽ മാർജിൻ പേ ചെയ്യുന്ന ആൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? മറ്റ് ചില മാർജിൻസും കൂടെ പേ ചെയ്യണം. നമുക്ക് ഇനീഷ്യൽ മാർജിൻ അല്ലാതെ വേറെയും കുറച്ച് മാർജിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ പേ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡർക്ക് എന്താണ്? അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. ദ ട്രേഡർ സംടൈംസ് ഹാസ് ടു ഫോക്ക് ഫേവറബിൾ പ്രൈസ് മൂവ്മെൻറ്റ്.
അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്യൂച്ചർ ടെർമിനോളജിയാണ് നോക്കാനുള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്. നമ്മൾ നേരത്തെ ഫോർവേഡ് കോൺട്രാക്റ്റിൽ വരുന്ന കുറച്ച് ടേംസ് പഠിച്ചൂലേ, അത് തന്നെയാണ് ഇതും. ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസിന് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. സെയിം നമ്മൾ ഫോർവേഡിൽ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ അണ്ടർലൈങ് അസറ്റാണ്. നമ്മളൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മളതിൻ്റെ ഏത് കമോഡിറ്റി അല്ലെങ്കിൽ ഏത് ഫിനാൻഷ്യൽ അസറ്റിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ അവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് അതിനെയാണ് നമ്മൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കോൺട്രാക്റ്റ് സൈസാണ്. കോൺട്രാക്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് സൈസ് ഉണ്ടായിരിക്കും. നമ്മൾ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് കോൺട്രാക്റ്റ് സൈസ് ഉണ്ടായിരിക്കും. ഇത്ര അസറ്റ് നമ്മൾ ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ആ ഒരു സൈസിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് സൈസ് എന്ന് പറയുക. അതായത് നമ്മൾ എമൗണ്ട് ഓഫ് അസറ്റ് എത്രയാണോ നമ്മൾ ഡെലിവർ ചെയ്യുന്നത് ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് സൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രൈസ് കൊട്ടേഷൻ ആണ്. പ്രൈസ് കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസിൻ്റെ ബേസിസിനെയാണ് നമ്മൾ കൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ അല്ല, അതിൽ വരുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂവിനെ അല്ല നമ്മൾ കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് കൊട്ടേഷൻ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൺ റൈസ്. ഇപ്പോൾ അരിയുടെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുക, പെർ ക്വിൻ്റൽ, റുപ്പീസ് പെർ ക്വിൻ്റൽ ആണല്ലേ, ഒരു ക്വിൻ്റലിന് ഇത്ര എമൗണ്ട് അങ്ങനെ പറയുമല്ലോ, അതിനെയാണ് നമ്മൾ പ്രൈസ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടിക്ക് സൈസ് ആണ്. ടിക്ക് സൈസ് എന്ന് വെച്ചാൽ നമുക്ക് 2 കൊട്ടേഷൻ കിട്ടില്ല, 2 കൊട്ടേഷൻസ് തമ്മിലുള്ള സിമിലർ ആയിട്ടുള്ള 2 കോഡ്സ് തമ്മിലുള്ള ഡിഫറൻസിനെ, മിനിമം ഡിഫറൻസിനെയാണ് നമ്മൾ ടിക്ക് സൈസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൈസ് ലിമിറ്റ് ആണ്. പ്രൈസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെർ ഡേ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൽ പ്രൈസ് വേരിയേഷൻ വരുത്താൻ പറ്റുന്ന ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഇത്ര വരെ നമുക്ക് ഒരു ദിവസം പ്രൈസ് ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ അസറ്റിൽ നിന്ന്. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ പ്രൈസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരിക്കും ആ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഇത്ര വരെ പറ്റുള്ളൂ, ഒരു ദിവസം നമുക്ക് അതിൻ്റെ വില ഇത്ര വരെ കൂട്ടാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് പ്രൈസ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പൊസിഷൻ ലിമിറ്റ് ആണ്. പൊസിഷൻ ലിമിറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് കോൺട്രാക്റ്റിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് മാക്സിമം എത്ര കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്ന് പറയുന്നതിനെയാണ് പൊസിഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും എന്താണെന്ന് പറഞ്ഞില്ലേ, ഒന്ന് ബൈയിങ് പൊസിഷൻ ഒന്ന് സെല്ലിംഗ് പൊസിഷനാണ്. അപ്പോൾ അത് കോൺട്രാക്റ്റിൽ ഏർപ്പെടണമെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എത്ര കോൺട്രാക്റ്റിൽ വരെ ഏർപ്പെടാം, എത്ര പൊസിഷൻസ് വരെ അവർക്ക് എടുക്കാം എന്നുള്ളതിനെയാണ് പൊസിഷൻ ലിമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്പോട്ട് പ്രൈസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സ്പോട്ട് പ്രൈസ് എന്താണെന്നുള്ളത്. നമ്മൾ ആ ഒരു അസറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത്, എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കറൻ്റ്ലി മാർക്കറ്റിൽ എന്താണോ പ്രൈസ് അതിനെയാണ് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. സ്പോട്ട് പ്രൈസ്, ക്യാഷ് പ്രൈസ്, കറണ്ട് പ്രൈസ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രൈസ് ആണ്. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഫ്യൂച്ചർ ഡേറ്റിൽ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എസ്റ്റിമേറ്റ് പ്രൈസിനെയാണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് പ്രൈസിനേക്കാളും കൂടാം കുറയാം. ആ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചാണ് അവിടെ പ്രോഫിറ്റും നഷ്ടമൊക്കെ വരുന്നത്. ദെൻ എക്സ്പയറി ഡേറ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു കോൺട്രാക്റ്റ് എന്നാണോ എക്സ്പയർ ആവുന്നത് ആ ഒരു ഡേറ്റിനെയാണ് ഫ്യൂച്ചർ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അടുത്തത് ബേസിസ് ആണ്. ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ് ആണ് ബേസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആ ഒരു പ്രൈസും നമ്മളുടെ മാർക്കറ്റിലുള്ള ആ ഒരു പ്രൈസും, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിലുള്ള ആ ഒരു സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അതിനെയാണ് നമ്മൾ ബേസിസ് എന്ന് പറയുന്നത്. ബേസിസ് എന്ന് പറയുന്നത് നോർമലി പോസിറ്റീവ് ആയിരിക്കും. അതായത് ഫ്യൂച്ചർ പ്രൈസ് എപ്പോഴും സ്പോട്ട് പ്രൈസിനേക്കാളും കൂടുതലാവുമ്പോഴാണ് നമുക്ക് ബേസിസ് ഉണ്ടാവുക, പോസിറ്റീവ് ആകുന്നത്. ഇപ്പോൾ നമ്മുടെ സ്പോട്ട് പ്രൈസ് മാർക്കറ്റിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് വില 50 രൂപയാണെന്ന് വെക്കുക, നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത് 60 രൂപയ്ക്കായിരുന്നു എന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ പ്രൈസാണ് 60 എന്ന് പറയുന്നത്. മാർക്കറ്റിൽ നമ്മൾ ആ ട്രേഡ് ചെയ്യുന്ന ആ സമയത്തുള്ള സ്പോട്ട് പ്രൈസാണ് 50 എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്താണ്, 10 രൂപ നമുക്ക് ലാഭമാണ്. ആർക്കെന്ന് വെച്ചാൽ ബയർക്ക് ലാഭമാണ്. ഓക്കെ, അവിടെ ബേസിസ് എന്താണ്, പോസിറ്റീവാണ്. പിന്നെ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ബയർ എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൽ 2 പാർട്ടീസാണല്ലേ ഉണ്ടാവുക, ബയറും ഉണ്ടാകും സെല്ലറും ഉണ്ടാകും. ബയറാണ് ലോങ് പൊസിഷൻ, സെല്ലർ ഷോർട്ട് പൊസിഷനാണ്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആണ് ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷൻ ഏതുമാവാം. അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺസെറ്റിൽഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ഞാൻ എടുത്തിരിക്കുന്നത് ലോങ് പൊസിഷനാണ്, അതായത് ബൈയിങ് പൊസിഷനാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാനത് എന്ത് ചെയ്തില്ല, ക്ലോസ് ചെയ്തില്ല, സെറ്റിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ, എക്സ്പയറി ആയിട്ട് ഞാനത് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ വരുന്ന ടേംസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കിത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ ടേംസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്സ് എല്ലാം ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാനുള്ളത് ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് മെക്കാനിസം എങ്ങനെയാണ് വരുന്നത്. മെയിനായിട്ടും 4 കാര്യങ്ങളായിട്ടാണ് നമുക്കിതിൻ്റെ ഒരു ട്രേഡിംഗ് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ പ്ലേസ് ചെയ്യും. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യും. പിന്നെ അവിടെ ക്ലിയറിംഗ് ഹൗസിൻ്റെ റോള് വരുന്നുണ്ട്. പിന്നെ ഡെയിലി സെറ്റിൽമെൻറ്റും ഉണ്ടാവാറുണ്ട്, ലാസ്റ്റ് എക്സ്പയറി ഡേറ്റിലുള്ള ഫൈനൽ സെറ്റിൽമെൻറ്റും ഉണ്ടാവാറുണ്ട്. 4 സ്റ്റെപ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ട്രേഡിംഗ് മെക്കാനിസം പഠിക്കാനുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് അത്യാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ, പ്ലേസിങ് ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് വഴിയാണ് അല്ലേ നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് ഒരു കോൺട്രാക്റ്റ് ബൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഒരു ഇൻവെസ്റ്റർക്ക് ഒരു കോൺട്രാക്റ്റ് വാങ്ങിക്കണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാളുടെ ബ്രോക്കറിനെ കോൺട്രാക്ട് ചെയ്തിട്ട് അയാൾക്ക് എങ്ങനത്തെ ഒരു കോൺട്രാക്റ്റാണ് ആവശ്യം, എങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിലാണ് അയാൾ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അയാളുടെ ബ്രോക്കറിനെ വിളിച്ച് അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഈ ട്രേഡിംഗ് ഒക്കെ നടക്കുന്ന ഇടയിലൊരു ബ്രോക്കർ ഉണ്ടാവും അല്ലേ, അത് ബ്രോക്കർ വഴിയാണ് നമ്മളിത് നടക്കാറുള്ളത്. അപ്പോൾ അവർ ആ ഒരു ഏത് കോൺട്രാക്റ്റാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് ആദ്യം തീരുമാനിക്കും. അതിനുശേഷം എക്സ്ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, ഈ കോൺട്രാക്റ്റിൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എങ്ങനെ കോട്ട് ചെയ്യണം, അതിൻ്റെ എമൗണ്ട്, ഫ്യൂച്ചർ പ്രൈസ്, എപ്പോഴാണ് ഇത് സെയിൽ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് നടക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും, എക്സ്ചേഞ്ച് ആയിരിക്കും. ഫോർവേഡ് പോലെയല്ല, ഫോർവേഡിൽ 2 പാർട്ടീസ് ഇൻഡിവിജ്വലി ആണ് എല്ലാം തീരുമാനിക്കുക. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ ഈ ഒരു അണ്ടർലൈങ് അസറ്റ് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കമോഡിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഡെലിവറി ലൊക്കേഷൻ ഏതാണെന്നുള്ളതെല്ലാം ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സാധാരണ ഇതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കിയിട്ടാണ്. അപ്പോഴത്തെ പ്രസൻ്റ്ലി ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈനെയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കമോഡിറ്റി കോൺട്രാക്റ്റിൻ്റെയൊക്കെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസിങ് ആൻഡ് ഓർഡറാണ്. ഒരു ഇൻവെസ്റ്റർക്ക് കോൺട്രാക്റ്റ് എടുക്കാൻ താല്പര്യമുള്ള ഒരു ഇൻവെസ്റ്റർ അവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ക്ലിയറിംഗ് ഹൗസിൻ്റെ റോളിലേക്ക് വരുന്നത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇവിടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇത് നമ്മുടെ ബയറിനെയും സെല്ലറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ലിങ്കാണ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ ക്ലിയറിംഗ് ഹൗസിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത് ഈ ഒരു കോൺട്രാക്റ്റിൽ. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് 2 പാർട്ടീസിൻ്റെയും പെർഫോമൻസ് അത് ഇൻഷുർ ചെയ്യുക എന്നുള്ളത് ക്ലിയറിംഗ് ഹൗസിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് എലിമിനേറ്റ് ചെയ്യാനും ക്ലിയറിംഗ് ഹൗസ് സഹായിക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് അതിൻ്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ 2 പാർട്ടീസിനും നിർബന്ധമായിട്ടും ആ ഒരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമ്മൾ 2 ഇൻഡിവിജ്വൽസ് തമ്മിൽ ഡയറക്റ്റ്ലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ചിലപ്പോൾ ഒരാൾ അതിൽ നിന്ന് ഒഴിവായി പോകാം, ചിലപ്പോൾ അവർ കറക്റ്റ് ടൈമിന് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ അസറ്റ് സെല്ല് ചെയ്യണമെന്നില്ല, അങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ക്ലിയറിംഗ് ഹൗസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, 2 പാർട്ടീസിനും അങ്ങനെ അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് പറ്റില്ല. ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ പാർട്ടി റിസ്ക് നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫ്യൂച്ചർ എക്സ്ചേഞ്ചിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് അവിടെയുള്ള ഡിഫോൾട്ട് റിസ്ക്കുകളൊക്കെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ മാർജിൻ അവർ കളക്ട് ചെയ്യും എന്നുള്ളത്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തന്നെ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, അത് 2 പേരുടെ കയ്യിൽ നിന്നും, ബയറുടെ കയ്യിൽ നിന്നും സെല്ലറുടെ കയ്യിൽ നിന്നും ഒരു ഇനീഷ്യൽ മാർജിൻ പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു കോൺട്രാക്റ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം 2-ൽ ഒരാൾ ആ ഒരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അവിടെ എന്താവും, മറ്റേ ആൾക്ക് ലോസ് ഉണ്ടാവും അല്ലേ, നഷ്ടമാണ് വരിക. അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 പേരുടെ കയ്യിൽ നിന്നും ഒരു ഇനീഷ്യൽ മാർജിൻ ഫസ്റ്റ് തന്നെ ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കുന്നത്. നോർമലി ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത് 5 to 10% ഓഫ് ദി വാല്യൂ ഓഫ് കോൺട്രാക്റ്റ് ആയിരിക്കും. ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ ഒരു 5% അല്ലെങ്കിൽ ഒരു 10% ആണ് അവർ ഈ ഒരു എമൗണ്ട് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. ഈ ഓരോ ദിവസവും ട്രേഡിംഗ് നടക്കുമല്ലോ. അപ്പോൾ ഓരോ ദിവസവും ട്രേഡിംഗ് നടക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസത്തിൻ്റെയും ട്രേഡിംഗ് കഴിയുന്ന ആ ഒരു എൻഡ് ഓഫ് ദ ഡേ എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് ആ ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ക്രെഡിറ്റ് ആവുക, അവരുടെ മാർജിൻ അക്കൗണ്ടിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്ററുടെ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു ഇനീഷ്യൽ മാർജിൻ കളക്ട് ചെയ്യുന്നതിൻ്റെ കൂടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കാണിക്കുന്നത്. ഇതിന് നമ്മൾ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്നാണ് പറയാറുള്ളത്. ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു മാർജിൻ എമൗണ്ട് എന്തായിരിക്കും, ഒന്നുമില്ലെങ്കിൽ കുറഞ്ഞു വരും, അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് തീർന്നു പോകും.
അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം, ഒരു മെയിൻ്റനൻസ് മാർജിൻ എന്ന രീതിയിൽ ഒരു എമൗണ്ടും കൂടി കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഈ ഒരു മാർജിൻ അക്കൗണ്ടിലുള്ള എമൗണ്ട് മെയിൻ്റനൻസ് മാർജിനേക്കാളും കുറവായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർക്ക് ഒരു മാർജിൻ കോൾ വരും. അതായത് അവർ അഡീഷണൽ ഫണ്ട്സും കൂടെ കുറച്ചും കൂടി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇനീഷ്യൽ കോളും കൂടെ വരും, മാർജിൻ കോൾ കൂടെ വരും. അതായത് എപ്പോഴും ഒരു ഇനീഷ്യൽ മാർജിൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് ലോസ് വരുന്നതിനനുസരിച്ചാണെങ്കിലും അതെന്ത് ചെയ്യണം, മേക്കപ്പ് ചെയ്ത് കൊണ്ട് വരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ ചില സമയത്ത് അഡീഷണൽ എമൗണ്ട് അവർ എന്ത് ചെയ്യേണ്ടി വരും, ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു വേരിയേഷൻ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, എക്സ്ട്രാ ഫണ്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ വരുന്ന വേരിയേഷനെയാണ് നമ്മൾ വേരിയേഷൻ മാർജിൻ എന്ന് പറയുന്നത്. ആ എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ മാർജിൻ ഇൻവെസ്റ്റർ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രോക്കർ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്യും, ആ കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്ത് വിടും. അതായത് അയാൾക്കിപ്പോൾ ഒരു ബൈയിങ് പൊസിഷൻ അല്ലെങ്കിൽ സെല്ലിംഗ് പൊസിഷനാണുള്ളതെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്ത് വിടും. ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ലിക്വിഡേഷനോടനുബന്ധിച്ച് ബാലൻസ് ഉള്ള എമൗണ്ട് എന്ത് ചെയ്യും, ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു മാർജിൻ എമൗണ്ട് ഇൻവെസ്റ്റർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഡെയിലി സെറ്റിൽമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ മാർജിൻ അക്കൗണ്ടിൽ ഇനീഷ്യൽ മാർജിനേക്കാൾ കൂടുതൽ എമൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റർക്ക് അത് വിഡ്രോ ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മളുടെ ഇനീഷ്യൽ മാർജിനേക്കാളും കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ലോസ് വരുന്ന സമയത്ത് നമ്മുടെ ഇനീഷ്യൽ മാർജിൻ അക്കൗണ്ട് കുറഞ്ഞ് സീറോ ബാലൻസിലേക്ക് പോവുകയാണെങ്കിലാണ് ഇവർ അഡീഷണലായിട്ട് അവിടെ എമൗണ്ട് ഇടേണ്ടതായിട്ട് വരുന്നത്. എപ്പോഴും അവിടെ ഒരു ഇനീഷ്യൽ മാർജിൻ എമൗണ്ട് അവർ കീപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം അവർക്ക് പ്രോഫിറ്റ് ആണതിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ എമൗണ്ട് കൂടുകയാണ്, ആ മാർജിൻ എമൗണ്ടിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനീഷ്യൽ മാർജിൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ അക്കൗണ്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റർക്ക് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്, ഫൈനൽ സെറ്റിൽമെൻറ്റ് ആണ് പറയുന്നത്. എല്ലാ കോൺട്രാക്റ്റും എന്താവും, ഇവൻച്വലി എക്സ്പയർ ആവില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പീരീഡ് ആകുമ്പോൾ ആ കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്ന സമയത്ത് കോൺട്രാക്റ്റ് നമ്മൾ സെറ്റിൽ ചെയ്യണം. ചില കോൺട്രാക്ട്സ് നമ്മൾ ഫിസിക്കൽ ഡെലിവറി ഓഫ് അസറ്റ്സിലൂടെയാണ് സെറ്റിൽ ആവുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗുഡ്സിൻ്റെ പേരിലാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്യുന്നതോടുകൂടി ആ ഒരു കോൺട്രാക്റ്റ് സെറ്റിൽഡ് ആവും. ചിലത് ക്യാഷ് സെറ്റിൽഡ് ആയിരിക്കും, ചിലത് ചിലപ്പോൾ സെറ്റിൽ ആവാതെ തന്നെ ഇരിക്കാം. അതായത് അവർ ആ ഒരു കോൺട്രാക്റ്റ് ക്ലോസ് ചെയ്യാതെ പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് വീണ്ടും അതിനെ റിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലാണ് മെയിനായിട്ടും സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് മെക്കാനിസത്തിൽ 4 പോയിൻറ്റ്സ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഒരു ഇൻവെസ്റ്റർ അവരുടെ ആവശ്യാനുസരണം ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ദെൻ അവിടെ ക്ലിയറിംഗ് ഹൗസിൻ്റെ റോള് വരുന്നുണ്ട്, പിന്നെ ഡെയിലി സെറ്റിൽമെൻറ്റ് വരുന്നുണ്ട്, ദെൻ ഫൈനൽ സെറ്റിൽമെൻറ്റ്. നെക്സ്റ്റ് നമുക്ക് ടോപ്പിക്ക് വരുന്നത് ടൈപ്സ് ഓഫ് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതൊരു ലോങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് സബ് പോയിൻറ്റ്സ് ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഫ്യൂച്ചറിനെ 2 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്, കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്നും ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്നും. കമോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പഠിച്ച അതേ തന്നെയാണ്. അവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കമോഡിറ്റി ആയിരിക്കുന്നേ ഉള്ളൂ. അതായത് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു എഗ്രീഡ് പ്രൈസിൽ അവർ ബൈ ആൻഡ് ഡെലിവർ ചെയ്യാമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ കമോഡിറ്റി ആയിരിക്കാം, ഗുഡ്സ് എന്തെങ്കിലും ആയിരിക്കാം. അതിനെയാണ് നമ്മൾ കമോഡിറ്റി ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറൽ കമോഡിറ്റീസ് ആയിട്ടുള്ള വീറ്റ്, റൈസ്, കോഫി, ഷുഗർ, ടീ, പേപ്പർ അങ്ങനെയുള്ള എന്തെങ്കിലും കമോഡിറ്റീസ് ആയിരിക്കാം അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സാണ്. ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതും നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ്. നമ്മളൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് വഴിയാണ് ഈ ഫ്യൂച്ചേഴ്സും ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സോ ആയിരിക്കും. ഓക്കെ, കമോഡിറ്റി ഫ്യൂച്ചേഴ്സിൽ എന്തെങ്കിലും ഫിസിക്കൽ കമോഡിറ്റി ആയിരുന്നു. ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിരിക്കും. അതായത് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മളവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ നമ്മൾ അഗെയിൻ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കറൻസി ഫ്യൂച്ചർ, സ്റ്റോക്ക് ഫ്യൂച്ചർ, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചർ, ഇൻഡെക്സ് ഫ്യൂച്ചർ. ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കറൻസി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ കറൻസി ആയിരിക്കും. ഓക്കെ, കറൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. രണ്ടാമത് സ്റ്റോക്ക് ഫ്യൂച്ചർ. സ്റ്റോക്ക് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കമ്പനീസിൻ്റെ സ്റ്റോക്കിനെ ആയിരിക്കും അണ്ടർലൈങ് അസറ്റായിട്ട് എടുക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റിനെ ബേസ് ചെയ്തിട്ട് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ദെൻ ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് ഇൻഡെക്സ് ഫ്യൂച്ചർ എന്ന് പറയുക. ഇതൊരു ലോങ് ടോപ്പിക്കാണ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്താലേ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് ടൈപ്സ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ഇനി ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. നമുക്കിനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കും കൂടെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്.
നമ്മൾ ഫോർവേഡ്സ് എന്താണ് ഫ്യൂച്ചേഴ്സ് എന്താണെന്നാണല്ലേ പഠിച്ചത്. ഇനി അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നും കൂടെ നമുക്കൊരു വീഡിയോയിൽ തന്നെ നോക്കാം. അപ്പോൾ ഇതോടെ നമ്മൾ ആ ഒരു ടോപ്പിക് അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ടൈപ്സ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ തന്നെ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഞാനൊരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് പഠിച്ച് വെച്ചിട്ട് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എക്സാമിന് എഴുതുക. ഇതുപോലെ ബോക്സ് ആയിട്ട് എഴുതിയാലും പോയിന്റ് വൈസ് എഴുതിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ദെൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ഡിഫറൻസ് ആയിട്ട് കൊടുത്തുന്നേ ഉള്ളൂ. ഫോർവേഡ് എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണ്, ടൈലർ മെയ്ഡ് കോൺട്രാക്റ്റ് ആണ്. രണ്ട് പാർട്ടീസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അവിടെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഓക്കെ, ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ ഈസ് ഡൺ ഓൺ ഡെയിലി ബേസിസ്. നമ്മൾ അതിൻ്റെ വാല്യുവേഷൻ ഡെയിലി ബേസിസിലാണ് നടക്കുന്നത്. ഫോർവേഡിൽ എങ്ങനെയാണ്? സെറ്റിൽമെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ പ്രീ സ്പെസിഫൈഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. നമ്മളിപ്പോൾ ഫ്യൂച്ചറുടെ പഠിച്ചപ്പോൾ പറഞ്ഞു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെയിലി സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട്, അവിടെ വാല്യുവേഷൻ ഡെയിലി നടക്കുന്നുണ്ട് നമ്മൾ പഠിച്ചു. ഫോർവേഡിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓൾറെഡി അവരൊരു മെച്യൂരിറ്റി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഒരു ഡേറ്റിലാണ് അവിടെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ മാർജിൻസ് ആവശ്യമുണ്ട്. നമ്മൾ ഇനീഷ്യൽ മാർജിൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ്റനൻസ് മാർജിൻ കൂടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫോർവേഡിൽ അങ്ങനെ മാർജിൻസ് ഒന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, കാരണം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അല്ല അവിടെ ട്രേഡിംഗ് നടക്കുന്നത്. രണ്ട് ഇൻഡിവിജ്വൽസ് ഡയറക്റ്റ്ലി ചെയ്യുന്നത് കൊണ്ട് അവിടെ മാർജിൻ പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഫ്യൂച്ചറിൽ ട്രാൻസാക്ഷൻ ഈസ് ഡൺ ത്രൂ എ ക്ലിയറിംഗ് ഹൗസ്. ഒരു ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വഴിയാണ് ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത്, സെറ്റിൽമെൻറ്റ് എല്ലാം നടക്കുന്നത് ക്ലിയറിംഗ് ഹൗസ് വഴിയാണ്. പക്ഷേ ഫോർവേഡിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ക്ലിയറിംഗ് ഹൗസ് ഒന്നുമില്ല, അവിടെ ഒരു ബൈലേറ്ററൽ എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നത്? കോൺട്രാക്റ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്. പക്ഷേ ഫോർവേഡ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊന്നുമല്ല, OTC ആണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഡീഫോൾട്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കാരണം അവിടെ ഒരു കൗണ്ടർ പാർട്ടി ആയിട്ട് എന്തുണ്ട്? ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് നമുക്കവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഡീഫോൾട്ട് റിസ്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഫോർവേഡിൽ ഡീഫോൾട്ട് റിസ്ക് ഹയർ ആയിരിക്കും, കാരണം ആ പാർട്ടീസിൽ ഒരാൾ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ മറ്റേയാൾക്ക് അവിടെ നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് മോർ ലിക്വിഡാണ്. നമ്മൾ പറഞ്ഞു കൂടുതലും ക്യാഷ് സെറ്റിൽഡ് ആയിരിക്കും എന്ന് പറഞ്ഞു, അപ്പോൾ ലിക്വിഡാണ്. ഫോർവേഡ് എന്ന് പറയുന്നത് ലെസ് ലിക്വിഡാണ്. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റയർലി ക്ലോസ് ചെയ്യുള്ളൂ, അതായത് നമ്മൾ ക്ലോസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, കാരണം നമുക്കത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ആയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനും റിന്യൂ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ എല്ലാ കോൺട്രാക്റ്റും ഒന്നും സെറ്റിൽഡ് ആവില്ല, ക്ലോസ് ചെയ്യണം എന്നില്ല. ചിലത് ക്യാഷ് സെറ്റിൽ ചെയ്യും, ചിലത് കമ്മോഡിറ്റി ബേസിൽ സെറ്റിൽ ചെയ്യും, ചിലത് എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യാതെയും ഇരിക്കാം. പക്ഷേ ഫോർവേഡ് അങ്ങനെയല്ല, നമ്മൾ ജനറലി ക്ലോസ് ചെയ്യും, ആ ഒരു എക്സ്പയറി ഡേറ്റ് ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സെറ്റിൽഡ് ഡെയിലി സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട്. ഫോർവേഡിൽ സെറ്റിൽഡ് അറ്റ് ദ പീരീഡ് എൻഡ്, ആ ഒരു സ്പെസിഫൈഡ് പീരീഡിൻ്റെ അവസാനമായിരിക്കും സെറ്റിൽമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഫോർവേഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മെജോറിറ്റി പോർഷൻ കവർ ചെയ്തു. ഇനിയും കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടൈപ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ വീഡിയോയിൽ അത് കവർ ചെയ്യാൻ എന്തായാലും സാധിക്കില്ല. ഇപ്പോൾ തന്നെ മാക്സിമം ടോപ്പിക്സ് നമ്മളതിൽ കവർ ചെയ്തു, അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ടോപ്പിക്കും കൂടെ കവർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് മുന്നേയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം ആ വീഡിയോസ് എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്